എക്സാലോജിക് സൊല്യൂഷനും സ്വകാര്യ കമ്പനിയായ CMRL തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് കീഴിലെ SFIO നടത്തുന്ന അന്വേഷണം റദ്ദാക്കണമെന്ന ആവശ്യം കോടതി തള്ളിയതോടെ മുഖ്യനും കൂട്ടരും പ്രതിരോധത്തിലായിരിക്കുകയാണ്. SFIO നടത്തുന്ന അന്വേഷണം റദ്ദാക്കണമെന്ന ആവശ്യം കർണാടക ഹൈക്കോടതിയും ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ നിന്ന് തങ്ങളെ ഒഴിവാക്കണമെന്ന KSIDCയുടെ ആവശ്യവും കേരള ഹൈക്കോടതിയാണ് നിരസിച്ചത്. SFIയുടെ അന്വേഷണം തടയാനാവില്ലെന്ന് വ്യക്തമാക്കിയ കർണാടക ഹൈക്കോടതി സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഏജൻസി ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും നൽകാനും നിർദ്ദേശിച്ചിരിക്കുകയാണ്. അന്വേഷണം സൽപ്പേരിന് കളങ്കം വരുത്തുമെന്ന് പറഞ്ഞാണ് KSIDC കോടതിയെ സമീപിച്ചത്. എന്നാൽ ശരിയായ അന്വേഷണം നടത്തേണ്ടത് KSIDCയുടെ താല്പര്യമല്ലേ എന്ന് ചോദിച്ച കേരള ഹൈക്കോടതി സ്ഥാപനത്തെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ നിരപരാധിത്വം തെളിയിക്കേണ്ടത് അത്യാവശ്യമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയന്റെ ബംഗളൂരുവിലെ സ്ഥാപനമായ എക്സാലോജിക് സൊല്യൂഷൻസിന് സേവനമൊന്നും നൽകാതെ മാസപ്പടി നൽകിയ CMRL കേരള പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് ഓഹരിയുണ്ട്. ഇക്കാരണത്തിലാണ് വീണയ്ക്കും മറ്റുമെതിരായ അന്വേഷണം KSIDCയിലേക്കും നീണ്ടത്. എക്സാലോജിക്കിന്റെ ഉടമയായ വീണ സ്വന്തം നിലയ്ക്കും കമ്പനിയുടെ പേരിലും കരിമണൽ കമ്പനിയായ CMRL നിന്നും അനധികൃതമായി പണം കൈപ്പറ്റിയെന്ന് കേന്ദ്ര ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു. പണം നൽകിയ കാര്യം CMRL തന്നെയാണ് വെളിപ്പെടുത്തിയത്. ഇടനിലക്കാരായ രാഷ്ട്രീയ നേതാക്കൾക്കും പണം നൽകിയതായി CMRL കമ്പനി അധികൃതർ സമ്മതിക്കുകയുണ്ടായി. ഇക്കൂട്ടത്തിൽ PV എന്ന ചുരുക്കപ്പേര് കാരണമുണ്ട്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് കരുതപ്പെടുന്നു. തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി CMRLലും KSIDCയിലും SFIO സംഘം പരിശോധന നടത്തുകയുണ്ടായി. 3 സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ച് ഒരേ സമയം നടക്കുന്ന അന്വേഷണം പല വിവരങ്ങളും പുറത്തു കൊണ്ടുവരുമെന്ന ഭയം ആരോപണ വിധേയർക്കുണ്ട്. ഇത് ഏത് വിധേനയും തടയുകയാണ് ഹർജിക്കാരുടെ തന്ത്രം. 2 കോടതികളും നൽകിയ ഉത്തരവുകൾ ഇതിന് തിരിച്ചടിയാണ്. കോടതികളിൽ ഹാജരാകുന്നതിന് ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന അഭിഭാഷകനെ വാദിക്കാൻ കൊണ്ടുവന്നിട്ടുള്ളത് പിടിയിലാകുമെന്ന ആരോപണ വിധേയരുടെ ഭയത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അധികാര ദുരുപയോഗത്തിലൂടെ സർക്കാരിന്റെ വ്യവസായ നയത്തിൽ മാറ്റം വരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ CMRLന് ആനുകൂല്യം നൽകിയെന്നും ഇതിന്റെ പ്രത്യുപകാരമാണ് മകൾക്ക് മാസപ്പടി ലഭിച്ചതുമെന്നുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. ഇത്തരം നിയമവിരുദ്ധമായ നിരവധി കാര്യങ്ങൾ പുറത്തുവരുമെന്ന് മുഖ്യമന്ത്രിക്ക് ഭയമുണ്ട്. തനിക്കും മകൾക്കുമെതിരായ അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും CPMും ഇതുവരെ പറഞ്ഞു പോന്നതിന്റെ പൊള്ളത്തരങ്ങളെല്ലാം പുറത്തുവരികയാണ്. മകളുടെ കമ്പനിക്കെതിരായ ആരോപണങ്ങളിലൊന്നും അടിസ്ഥാനമില്ലെന്നും തന്നോടുള്ള രാഷ്ട്രീയ വിരോധം കൊണ്ട് വീട്ടുകാരെ വിവാദത്തിലേക്ക് വലിച്ചിട്ടാൽ അംഗീകരിക്കില്ലെന്നുമൊക്കെയാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ ധാർമ്മിക രോഷം കൊണ്ടത്. തന്റെ കൈകൾ ശുദ്ധമാണെന്നും അവകാശപ്പെടുകയുണ്ടായി. എങ്കിൽ പിന്നെ എന്തിനാണ് അന്വേഷണത്തെ ഭയക്കുന്നതെന്ന ചോദ്യത്തിനും മറുപടിയില്ല. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് സ്വന്തമായി ബിസിനസ് ചെയ്യാനുള്ള അവകാശം നിഷേധിക്കാനാവില്ലെന്നും ഇതിന്റെ പേരിൽ യുവ സംരംഭകരെ വേട്ടയാടുന്നത് അംഗീകരിക്കാനാവില്ലെന്നൊക്കെ CPM വാദിക്കുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് വീണയ്ക്ക് മാസപ്പടി ലഭിച്ചതെന്ന് ആദായ നികുതി വകുപ്പിന്റെ ഇന്റർലിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിലുണ്ട്. ഇതൊക്കെ കണ്ടില്ലെന്ന് നടിച്ച് മാസപ്പടി ആരോപണം മാധ്യമ സൃഷ്ടിയാണെന്ന് പറയുന്ന CPM അന്വേഷണത്തെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. മറ്റ് പല അഴിമതികളുടെയും കാര്യത്തിൽ എന്ന പോലെ മകൾ മാസപ്പടി വാങ്ങിയതിനെ പറ്റിയും അന്വേഷണം സമയബന്ധിതമായി മുന്നോട്ടു പോകാൻ അനുവദിക്കുകയും സത്യം വെളിപ്പെടുത്തുകയും വേണം. ആരോപണ വിധേയർ മുഖ്യമന്ത്രിയും മകളുമായതുകൊണ്ട് അന്വേഷണം പാടില്ലെന്ന നിലപാട് ഒരിക്കലും അംഗീകരിക്കാനാവാത്തതാണ്.